സർ, ഈ ഇറാനും റഷ്യയുമായിട്ടൊരു വമ്പൻ ആണവ കരാറിൽ ഒപ്പുവെച്ച വിവരം പുറത്തു വരുന്നുണ്ട്. ഈ അമേരിക്കയുടെ ഉപരോധമൊക്കെ നിലനിൽക്കുകയാണ്. യൂറോപ്യൻ യൂണിയൻ വലിയ എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. എന്നിട്ടും ഇറാനുമായിട്ട് സഹകരിക്കാൻ റഷ്യ തയ്യാറായിരിക്കുകയാണ്. റഷ്യക്കെതിരെയും അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനെയെല്ലാം പുല്ലുപോലെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഈ റഷ്യ ഇപ്പോൾ ഇറാനുമായിട്ട് പുതിയ ആണവ കരാറിൽ ഏർപ്പെടുന്നത്. എന്താണ് സാർ, ഈ ഇറാൻ ആണവ ബോംബ് ഉണ്ടാക്കുമോ? ക്ഷമിക്കണം, ഇറാൻ മൂളികളായിട്ടുള്ള പാകിസ്ഥാൻ പോലെ ചില രാഷ്ട്രങ്ങളുണ്ടാവാം അമേരിക്കയ്ക്ക്. പക്ഷേ അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കാൻ തയ്യാറല്ലെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന രണ്ട് രാഷ്ട്രങ്ങളുണ്ട്, നട്ടലുള്ള രണ്ട് രാഷ്ട്രങ്ങൾ. അതാണ് ഒന്ന് റഷ്യ, നമ്പർ 1 റഷ്യ തന്നെയാണ്. രണ്ടാമത് ചൈന. റഷ്യയെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം, അല്ലെങ്കിൽ പിന്നീട് നമ്മൾ മറന്നുപോകും. റഷ്യൻ പ്രസിഡന്റ് പുടിനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചർച്ച നടത്തിയ അലാസ്ക ഉണ്ടല്ലോ, ആ അലാസ്കയിൽ അമേരിക്കയുടെയും റഷ്യയുടെയും അതിർത്തിയാണ്. അവിടെ യുദ്ധവിമാനങ്ങളും പടക്കോപ്പുകളുമായിട്ട് വന്നിരിക്കുകയാണ് റഷ്യ ഇപ്പോൾ. എന്ന് പറഞ്ഞാൽ അമേരിക്ക നീ പോടാതിൻ്റെ പാട്ടിൽ നിന്നെ ആര് വകവയ്ക്കുന്നു, റഷ്യയെ അത് ചെയ്ത് കളയും ഇത് ചെയ്ത് കളയും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതാണ് യുക്രൈൻ യുദ്ധത്തിൻ്റെ പേരിൽ. റഷ്യയെ നേരിട്ട് ഏൽക്കാൻ വയ്യാത്തതിൻ്റെ പേരിൽ ഇന്ത്യക്ക് മേൽ 25% പെട്രോൾ ചുങ്കം, വ്യാപാര ചുങ്കം എന്ന പരിഹാസ്യമായിട്ടുള്ള ഒരു ഏർപ്പാട് നടത്തിയ ആളുമാണ് ഡൊണാൾഡ് ട്രംപ്. ഇതുകൊണ്ടൊന്നും റഷ്യ വഴങ്ങുകയില്ല, കീഴടങ്ങുകയില്ലെന്ന് കാണിക്കാനാണ് ആ വിമാനങ്ങളുമായിട്ട് അവിടെ പോയിരിക്കുന്നത്. അലാസ്കയിൽ മര്യാദയ്ക്കൊക്കെ ഇരുന്നാൽ കൊള്ളാം, നമ്മൾ നല്ല അയൽക്കാരായിട്ടിരുന്നാൽ നിനക്ക് കൊള്ളാം എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. ഞങ്ങളെ അങ്ങനൊന്നും സാങ്ഷൻ കൊണ്ടോ അല്ലെങ്കിൽ ചുങ്കം കൊണ്ടോ ഒന്നും നേരിടാൻ നിങ്ങൾക്ക് പറ്റുകയില്ല. നിങ്ങൾക്ക് യുക്രൈനെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. യുക്രൈൻ്റെ കഴുത്ത് പിടിച്ച് ഞങ്ങൾ മുറുക്കിയിരിക്കുകയാണ്. അവർ നാറ്റോയിൽ ചേർന്ന് റഷ്യയെ അങ്ങ് ഇല്ലാതാക്കി കളയാമെന്ന് വിചാരിച്ചാൽ അതൊന്നും നടക്കില്ല. അത് നടക്കാൻ ഉലുത്തിക്കളയാം, അങ്ങ് റഷ്യയെ അങ്ങ് ഉലുത്തിക്കളയാം, നമ്മുടെ നാടൻ ഭാഷ പറയുന്ന പോലെ. അങ്ങനൊന്നും വിചാരിച്ചാൽ നടക്കുകയില്ലെന്ന് റഷ്യ കാണിച്ചിരിക്കുകയാണ്. അലാസ്കയിലേക്ക് അല്ലെങ്കിൽ ഇപ്പോൾ അതിസാഹസികമായിട്ടുള്ള ഒരു യുദ്ധവിമാന സന്നാഹം അവർക്ക് നടക്കേണ്ട ആവശ്യമില്ല. അതുകൂടാതെ മറ്റൊരു വെല്ലുവിളി, ഒരു പോർമുഖം കൂടി അവർ തുറന്നിരിക്കുകയാണ്. ഇറാന് സാങ്ഷൻ ഏർപ്പെടാൻ കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭയിൽ സുരക്ഷാ കൗൺസിൽ തീരുമാനിച്ചതാ സാങ്ഷൻ തുടരണം. എന്താ, അവർക്ക് മാത്രം ഈ ആണവ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം പക്ഷികൾക്കിടയിലെ പശവും പക്ഷിയാണ് അവർ. ബാക്കി എല്ലാ രാജ്യങ്ങൾക്കും ആകാം, പാകിസ്ഥാന് വരെ ആകാം. ഭീകരന്മാരായിരിക്കും അത് നിയന്ത്രിക്കാൻ പോകുന്നത്. റെസിസ്റ്റൻസ് ഫോഴ്സ് ആയിരിക്കും ഇതിന്റെ ചുമതല വഹിക്കുന്നത്. ഏത് രാജ്യം നശിപ്പിക്കണം എന്നറിയാം. അവിടെ കുഴപ്പമൊന്നുമില്ല. ഒസാമ ബിൻ ലാദനെ ഒളിപ്പിച്ചിരുത്തിയാൽ ഒരു കുഴപ്പമില്ല അമേരിക്കയ്ക്ക്. പാകിസ്ഥാൻ ഒക്കെ കൊടുക്കും. എന്നിട്ട് ഇറാൻ അവരുടെ ആവശ്യത്തിന് വേണ്ടി അവർ പറയുന്നത് പവറിന് വേണ്ടിയിട്ടല്ലാതെ ഊർജ്ജ ആവശ്യത്തിനെന്ന് പറഞ്ഞ് അവിടെ വയ്ക്കാൻ സമ്മതിക്കില്ല. ഉടനെ അത് കൊണ്ടൊന്നും ഞങ്ങളുടെ ബോംബ് കൊണ്ട് ഞങ്ങൾ തകർത്ത് കളയും. നിങ്ങൾക്ക് ആരാ ഇതിന് അധികാരം തന്നത്? ഇതിന് തന്നിരിക്കുന്നത്? ഇസ്രായേലിനെ പിന്തുണയ്ക്കാൻ, അങ്ങനെയാണെങ്കിൽ പാലസ്തീനിൽ ഈ മരണം കൊയ്യാൻ ഇസ്രായേലിനെ അനുവദിക്കാൻ നിങ്ങൾക്കാരാ അധികാരം നൽകിയത്? അതെന്താ? ഇസ്രായേലിനെ ആ വശത്ത് ഈ ജനങ്ങളെ കൊല്ലുന്നതിന് നിങ്ങൾ പിന്തുണയ്ക്കുകയും ഒപ്പം നിൽക്കുകയും ചെയ്യുന്നു. ഇവിടെ ഇറാൻ അവരുടെ പാവപ്പെട്ട ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി കുറച്ച് വൈദ്യുതി ഉൽപ്പാദിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ല. എന്തിട്ട് ഇരട്ടത്താപ്പായത്? അതാണ് റഷ്യ പൊളിച്ചു കൊടുത്തത്. ഇപ്പോൾ ഒപ്പിട്ടിരിക്കുന്ന എത്ര കോടിയുടെയാണെന്ന് അറിയാമോ? അതായത് $2500 കോടി. ഇന്നത്തെ റുപ്യ വില വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് 2,50,000 കോടി രൂപയുടെ രൂപാമൂല്യത്തിൽ പറഞ്ഞു അത്രത്തോളം വിലയുള്ള ആണവ പ്ലാന്റുകൾ റഷ്യയിൽ തന്നെ ഇറാനിൽ തന്നെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് റഷ്യ കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞു. ഏതാനും നാളുകൾക്ക് മുമ്പ് ഇസ്രായേലിൻ്റെയും മിസൈലുകളും അമേരിക്കയുടെ വിമാനങ്ങളും വന്ന് തകർത്ത് പാറ തുറന്ന് നശിപ്പിച്ചെന്ന് അവകാശപ്പെട്ട സ്ഥലത്താണ് ഇത് നടക്കാൻ പോകുന്നത്. ഇവിടെ അതായത് ഇപ്പോൾ വന്നിരിക്കുന്നത് ബുഷഹാറിലെ റഷ്യൻ പ്ലാന്റ് ആൾറെഡി ഉണ്ട് ഇറാനിൽ. അതുകൂടാതെ ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്നത് സിരിക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് 500 ഹെക്ടറിലാണ്. സിരിക്ക് എന്ന് പറയുന്ന മലനിരകളുള്ള സ്ഥലമാണ്, കൂടുതലും മലനിരകളാണ് അവിടെ. അത് ഹോർമോസിയാൻ സ്ഥലം ഉച്ചാരണം ശരിയാണെങ്കിൽ ഹൊറോമോസിയാൻ എന്ന് പറയുന്ന പ്രദേശത്തുള്ളത്. അവിടാണ് ഈ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നത്. നേരത്തെ തന്നെ ഈ 5000 മെഗാവാട്ടിൻ്റെ ഒരു പ്ലാന്റ് മോസ്കോ ഇവർക്ക്
നൽകിയിട്ടുണ്ട്. ബുഷാഹറിലാണെങ്കിൽ 1 ജിഗാവാട്ട് 1 ജിഗാവാട്ട് അത്രയും പവർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്ലാന്റ് റഷ്യ നേരത്തെ കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എന്ത് ഉപരോധം നിങ്ങൾ പ്രഖ്യാപിച്ചാലും റഷ്യ ഇറാനുമായിട്ട് പണ്ടേ സൗഹൃദമാണ്, പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ്. ഇവരുടെ ഭരണകൂടങ്ങൾ മാറി വരാം, മതഭരണകൂടങ്ങൾ വരാം, പക്ഷെ ഇറാന്റെ പാരമ്പര്യം അതുപോലെ തന്നെ നിൽക്കുന്നു. പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ്. അപ്പോൾ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ റഷ്യ ആ പഴയ പേർഷ്യയുമായിട്ടുള്ള ബന്ധം തുടർന്നു തന്നെ പോകും. അമേരിക്ക പറയുന്നതൊന്നും ഞങ്ങൾ വകുപ്പില്ല. പിന്നെ പ്രശാന്ത, ഒരു കാര്യം വളരെ പ്രധാനമാണ്. ഐക്യരാഷ്ട്ര സഭ ഇപ്പം ഫലത്തിൽ പക്ഷപാതപരമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ പഹൽഗാം ആക്രമണം നടത്തിയിട്ട് റഷ്യയെ ഒന്നും ശാസിച്ചിട്ടില്ല ഈ ഐക്യരാഷ്ട്ര പാകിസ്ഥാനെ. അതേസമയം ഇസ്രായേൽ അവിടെ ആക്രമണം നടത്തുമ്പോൾ അവരവലപിക്കും. ആ ബന്ദികളെ പിടിച്ചുകൊണ്ടുപോയപ്പോൾ ഇത്ര രൂക്ഷമായിട്ടുള്ള ഒരു തരത്തിലുള്ള പ്രതിഷേധം ഐക്യരാഷ്ട്രസഭയിൽ കണ്ടു. അതിനെക്കുറിച്ചും ഒരു കാര്യം കൂടെ പറയാം, എങ്കിലേ അതിന്റെ ആ പക്ഷപാതം വ്യക്തമാവും. വുഹാൻ പിന്നെ അവരുടെ ലാബിൽ നിന്ന്, ബയോളജിക്കൽ ലാബിൽ നിന്ന് ആണ് ഈ കോവിഡ് ലോകമാകെ പരന്ന് ഭീതി പരത്തി എത്രയോ ലക്ഷം ജനങ്ങളെ നിത്യനരകത്തിലും മരണത്തിലും ആക്കി നരകം വിതച്ചു. എന്നിട്ട് ചൈനയ്ക്കെതിരെ ഒരു ശാസനം പോലും, ഒരു വാണിംഗ് പോലും ഇന്ന് വരെ ഐക്യരാഷ്ട്രസഭ നടത്തിയിട്ടില്ല. അന്റോണിയോ ഗുട്ടറസ് എന്ന് പറയുന്ന ആള് ഇടതുപക്ഷക്കാരനാണെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷേ ചൈന പക്ഷപാതിയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതൊരു നോൺ എഫക്റ്റീവ് ബോഡിയായിട്ട് മാറുന്നത്. പക്ഷം പിടിക്കുക. ഇവിടെ പലസ്തീനിൽ മരിക്കുന്ന ആൾക്കാരെ കുറിച്ച് ഇതിന് ദുഃഖമുണ്ട്. സുഡാനിൽ കോടിക്കണക്കിനാണ് പോഷകാഹാരക്കുറവ് കൊണ്ടും പട്ടിണി കൊണ്ടും മരിക്കുന്നത്. ഒരക്ഷരം അയാൾ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ആഭ്യന്തര കലഹമാണ്. 2 മുസ്ലിം രാജ്യങ്ങളാണ്, തെക്കൻ സുഡാനും വടക്കൻ സുഡാനും. പക്ഷെ അവിടുത്തെ മരണം മാരകമാണ്. ഇവിടെ 5ഉം 10ഉം പേര് മരിക്കുമ്പോൾ ഇവിടെ അയാള് ഗുട്ടറസ് വലിയ പ്രതിഷേധം രേഖപ്പെടുത്തും. ഇസ്രായേൽ അങ്ങനെയാണെങ്കിൽ സുഡാനിൽ നടക്കുന്നതിൽ എന്തുകൊണ്ട് ഐക്യരാഷ്ട്രസഭ ഇടപെടുന്നില്ല? അത് ആഭ്യന്തര കലാപം. എങ്ങനെ ആഭ്യന്തര കലാപം? 2 രാജ്യങ്ങളായിട്ട് വേർതിരിഞ്ഞിരിക്കുകയല്ലേ. സുഡാൻ തെക്കൊന്ന് ഒരു രാഷ്ട്രം, വടക്ക് മറ്റൊരു രാഷ്ട്രം. 2 രാഷ്ട്രങ്ങൾ തമ്മിലുള്ള കലഹമാണത്, ആഭ്യന്തരമൊന്നുമല്ല, രാജ്യാന്തരമാണ്. അവിടെ പട്ടിണി കിടന്ന് കുട്ടികൾ മരിക്കുകയാണ് കോടിക്കണക്കിന്. അവരെന്ത് പിഴച്ചു? അതെന്താ കുട്ടികളല്ലേ? പാലസ്തീനി മാത്രമേ കുട്ടികളുള്ളൂ. എന്താണ് ഈ കാണിക്കുന്നത്? അതുപോലെ തന്നെ അതിനേക്കാൾ മോശം, ഇസ്രായേൽ കാണിക്കുന്നതിനേക്കാൾ മോശമായുള്ള രീതിയിലല്ലേ പാകിസ്ഥാൻ പ്രവർത്തിക്കുന്നത്? കില്ലിംഗ് ഫീൽഡ് ഉണ്ടാക്കി വെക്കുന്നത് കാശ്മീരിൽ. അതെന്താ പരിഗണിക്കാത്തത്? സ്വന്തം ജനങ്ങൾക്കെതിരെ ബോംബിങ് നടത്തുകയാണ്. അരുന്ധതി റോയ് ഇന്ത്യൻ സൈന്യം ഇന്ത്യൻ പൗരന്മാരെ കൊല്ലുന്നു, പാകിസ്ഥാൻ സൈന്യം ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല പറഞ്ഞ് നാക്ക് വായിലേക്ക് ഇട്ടില്ല. അതിനു മുമ്പേ വിമാനങ്ങൾ ചെല്ലുന്നു, പക്തൂൺ മേഖലയിൽ വലിയ ബോംബിങ് നടത്തുന്നു, 30 പേര് മരിച്ചു എന്നാണ് പ്രാഥമിക വിവരം. ഇപ്പൊ എത്രയാണെന്ന് പോലും അറിയില്ല. അതെ, അരുന്ധതി റോയിയുടെ കാര്യം വിട്ടേക്കുക. കാരണം സ്വന്തം അമ്മയ്ക്കെതിരെ തെറി പറഞ്ഞ ഒരു എഴുത്തുകാരിയാണ് അവര്. ആ പുസ്തകത്തിലും ഉണ്ട്. അമ്മ എന്ന് വിളിക്കുന്നില്ല, മേരി റോയ്, മിസസ് മേരി റോയും സ്വന്തം അമ്മയെ വിളിക്കുന്നവളെ. എന്ത് പറയാനാ നമ്മള്? അതിനെക്കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഇറാനിലേക്ക് വരാം. ഞാൻ ബുക്കർ പ്രൈസിന്റെ കാര്യം, ബുക്കർ പ്രൈസ് കിട്ടിയ പുസ്തകത്തിന്റെ പേരെന്താണ്? ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. എവിടെ നിന്ന് കിട്ടിയതാണ് ഇവർക്ക്? വില്യം ഗോൾഡിംഗ് എന്ന് പറയുന്ന നൊബേൽ സമ്മാന ജേതാവിന്റെ പുസ്തകമാണ് ദി ലോർഡ് ഓഫ് ഫ്ലൈസ്. അതിൽ നിന്ന് കോപ്പി അടിച്ച പേരാണ് ഇതിന്റെ ടൈറ്റിൽ. അതിനാണ് കൊടുത്തിരിക്കുന്നത്. കുടുംബത്തിലെ വൃത്തികേടുകളും അന്തഃചിത്രങ്ങളും ഒക്കെ ഉള്ള ഒരു പുസ്തകമായതുകൊണ്ട് സായിപ്പന്മാർക്ക് രസിച്ചു കിട്ടിയ ഒരു ബുക്കർ അവാർഡും കൊണ്ട് നടക്കുന്ന ഒരാൾ. പിന്നെ ഏതെങ്കിലും ഒരു അവാർഡ് അവർക്ക് കിട്ടിയിട്ടുണ്ടോ? പിന്നെ അവർ പബ്ലിസിറ്റി നേടുന്ന ഇന്ത്യയെ കുറ്റം പറഞ്ഞു. ഇന്ത്യയെ കുറ്റം പറഞ്ഞാലല്ലേ പബ്ലിസിറ്റി കിട്ടൂ? അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ്. അല്ല, ഇന്ത്യയെ പറ്റി നല്ലത് പറഞ്ഞാൽ പബ്ലിസിറ്റി കിട്ടൂ? അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് അവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരെ വെറുതെ വിടാം. മറിച്ച് നമ്മൾ ജയശങ്കറിന്റെ പ്രസംഗത്തിനായിട്ട് കാത്തിരിക്കാം.